നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. ആ പ്രചരണത്തിനിടയിൽ പശ്ചിമ ബർധമാൻ പ്രവിശ്യയിൽ അദ്ദേഹം ഒരു റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഒരു പ്രഖ്യാപനങ്ങൾ എന്നുള്ളതിനേക്കാൾ വാഗ്ദാനങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം അസാമും ഉത്തരാഖണ്ഡുമൊക്കെ ഉത്തരാഖണ്ഡ് നടപ്പാക്കി. അസാം ഇപ്പോൾ നടപ്പാക്കുവാൻ പോകുന്ന യൂണിഫോം സിവിൽ കോഡ് താമസിയാതെ തന്നെ ഭാരതമൊട്ടാകെ നടപ്പാക്കും. അതോടുകൂടി ഈ 4 കെട്ട് തുടങ്ങിയ അനാചാരങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കപ്പെടും. ഒപ്പം നുഴഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ ഇനി മുതൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല. കുറ്റവാളികളെ തൂക്കിലേറ്റുവാനുള്ള സകല നിയമങ്ങളും, അതായത് ഈ അവിടെ ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദികൾ ചെയ്തു കൂട്ടാറുണ്ട്. അതും പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് നേരെ ഹിന്ദു സമൂഹത്തിന് മേൽ. അതിന് ഒരു താങ്ങായും തണലായും തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാരും MLA-മാരും പ്രാദേശിക നേതാക്കളും നിൽക്കാറുമുണ്ട്. അവർ ഈ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ അവരുടെ ഗുണ്ടകളായി തന്നെ വെച്ച് പുലർത്തി ആധാർ കാർഡൊക്കെ വാങ്ങിക്കൊടുത്ത് വോട്ട് ബാങ്കിലേക്ക് ഉൾപ്പെടുത്തി വളരെ സുഖകരമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു വരികയായിരുന്നു. ഭരണത്തിൽ അവിരമിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് SIR ഒരു വെള്ളടി പോലെ അവരുടെ തലയിൽ വീണത്. അതിൻ്റെ പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അമിത് ഷായെ പോലുള്ളവർ ചെന്നിട്ട് ഇത്തരത്തിലുള്ള അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അവിടെ നടത്തുന്നത്, വാഗ്ദാനങ്ങൾ നൽകുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ഒരു ആശയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സുപ്രീം കോടതി പോലും പല തരത്തിൽ പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് കാലമായിരിക്കുന്നു. കാരണം മതപരമായിട്ട് ഭാരതത്തെ വിഭജിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഒരു മതത്തിനൊരു നിയമം, മറ്റ് മതത്തിനൊരു പൊതു നിയമം. ഇപ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പൊതു നിയമമാണുള്ളത്. ക്രിസ്ത്യൻ പേഴ്സണൽ ലോ എന്നുള്ളൊരു ഇതും ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞു. മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു പേഴ്സണൽ ലോ ബോർഡ്, അതിന് പ്രത്യേകമായിട്ട് പഠിക്കാനായിട്ട് 20 സർവകലാശാലകൾ, മതം പഠിക്കുവാനായിട്ട്. അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം ഒരു പ്രത്യേക മതത്തിന് നൽകേണ്ട യാതൊരു ആവശ്യവും ജനാധിപത്യ രാജ്യത്ത് ഇല്ല, നിലവിലില്ല. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഇത്തരത്തിലൊരു അനീതി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നിടത്തോളം കാലം പാകിസ്ഥാൻ വിഭജനം കൊണ്ട് മാത്രം ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന മുസ്ലിങ്ങളും മറ്റ് സമുദായങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ അവസാനിക്കുവാൻ പോകുന്നില്ല. ഇക്കാര്യം ഇത് ചെയ്തവർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ഒരു പ്രത്യേക സമൂഹത്തെ ഇസ്ലാമിക സമൂഹത്തെ ഏകീകൃതമായി നിർത്തി അവരെ ആനുകൂല്യങ്ങൾ നൽകി പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് സംഘടിതമാക്കി നമ്മളിലേക്ക് വരുത്തുക. ഒപ്പം മറുവശത്ത് നിൽക്കുന്ന ഭൂരിഭാഗമായ ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച്, ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ച്, ഇനി ഭിന്നിപ്പിക്കാൻ സാധിക്കാത്തടുത്ത് ഈ പ്രീണിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തി നമ്മുടെ വരുതിയിൽ നിർത്തുക. അവർക്കൊരിക്കലും അധികാരത്തിൽ നമ്മളെ എത്തിക്കുവാൻ തക്ക സംഘടിത ശക്തി നൽകാതിരിക്കുക. ഇത്തരത്തിലുള്ള ഒരു ദുഷ്ലാക്കോടുകൂടി തന്നെയാണ് ഈ മുസ്ലിം പേഴ്സണൽ ബോർഡും എല്ലാം കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയിരുന്നത്. ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് അവർ ഓരോ ദിവസവും അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് അവസാനം ഗസ്വായെ ഹിന്ദ് സാധ്യമാക്കുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തോടു കൂടി തന്നെ തരുന്നതല്ല. പ്രീണിപ്പിച്ച് നമ്മളെ അവരുടെ വരുതിക്ക് നിർത്തുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കോൺഗ്രസിനുണ്ട്. സാരമില്ല, അവർ തെറ്റിദ്ധരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകട്ടെ, നമുക്ക് പ്രയോജനമുള്ള വിഡ്ഢികളായി തന്നെ അവർ തുടരട്ടെ എന്നുള്ളൊരു മനോനിലയിലാണ് ഇവരതിനെ സ്വീകരിച്ച് ഇത്രയും കാലം അഭിരമിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ അമിത് ഷാ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം, ഏകീകൃത സിവിൽ കോഡ്, ഒപ്പം നുഴഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതി, അതായത് ചുരുക്കി പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്നുള്ള ഒരു ആശയം BJP സർക്കാരിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ളൊരു വാഗ്ദാനവുമാണ്, ആശയവുമാണ്. ഒരു രാഷ്ട്രീയ ആശയം തന്നെയാണ് BJPയുടെ ഏകീകൃത സിവിൽ കോഡ്. അതിപ്പോൾ എടുത്തു പറഞ്ഞതിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമായി അമിത് ഷാ പറയാതെ പറയുകയാണ്. ഒരു പ്രത്യേക മതത്തിന് ആനുകൂല്യങ്ങൾ നൽകുന്ന രീതി ഭാരതത്തിൽ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതിന് പിന്തുണ നൽകേണ്ടത് ജനങ്ങളാണ്. കാരണം ഇത് നാളെ അമിത് ഷായും നരേന്ദ്രമോദിയും കൂടി ഒരു മന്ത്രിസഭാ നിയമമായിട്ട് അങ്ങ് ക്യാബിനറ്റിൽ അങ്ങ് പാസ്സാക്കി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെല്ലാം ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനെ എതിർക്കുവാനും അതിനെ ഇല്ലാതാക്കുവാനുമുള്ളൊരു സാഹചര്യം നമ്മുടെ നിയമം തന്നെ ജനാധിപത്യ മാർഗങ്ങളിലൂടെ തുറന്ന് ഇട്ടിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ ഒരു പഴുത് ഇവർ ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടതെന്താണ്? ഭരണഘടനയുടെ ഘടനയിൽ തന്നെ ഒരു മാറ്റം വരുത്തി പുതിയ നിയമമായി ഇതിനെ ഉൾപ്പെടുത്തണം. അതിന് വേണ്ട അംഗബലം നൽകേണ്ടതാരാണ്? ജനങ്ങളാണ്. ആ അംഗബലം
നൽകാത്തിടത്തോളം കാലം ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് നടപ്പാക്കിയില്ല എന്ന് നമുക്ക് ചാരുകസേരയിൽ കിടന്ന് ചോദിക്കാം. പക്ഷെ ചോദിക്കാനുള്ളൊരു ധാർമ്മികാവകാശം നമുക്കില്ല എന്നുള്ളത് സത്യം. അത് ജനങ്ങളുടെ ഒരു കടമ. ഇനി അമിത്ഷായിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗാളിൽ അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള മറ്റൊരു കാരണം ബംഗാളിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന ക്രൂരമായ അക്രമ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തലെന്നല്ല, ഏതാണ്ട് ഒരു വംശഹത്യയുടെ തലത്തിലേക്ക് പോകണം. അതാണ് ഞാനൊരു ഉചിതമായ വാക്കിനൊരു മാത്രം പരതിയത്. കാരണം ഹൈന്ദവ സമൂഹത്തിൻ്റെ നേരെയുള്ളൊരു ആക്രമണമെന്ന് അത്ര നിസ്സാരമായി പറഞ്ഞു പോകാവുന്ന പ്രവൃത്തികളല്ല, സംഭവങ്ങളല്ല ബംഗാളിൽ നടക്കുന്ന. പശ്ചിമ ബംഗാളിൽ ഒരു വംശഹത്യ എന്ന് തന്നെ പറയാം. പല പ്രദേശങ്ങളിലും BJP അനുകൂലിച്ചാൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും എന്നുള്ളത് ശരി. രാഷ്ട്രീയപരമായിട്ടുള്ള എതിരാളികളുടെ പേരിൽ അത് രാഷ്ട്രീയ അക്രമങ്ങളല്ലേ എന്ന് ചോദിക്കാം. വേണ്ട, BJP അനുകൂലിക്കണ്ട. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു പാർട്ടിയും അനുകൂലിക്കാത്ത സാധാരണ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് കൊന്ന് വലിച്ചെറിയുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അതും ഒരു സമുദായം എന്ന് പറയുന്ന ഹൈന്ദവ സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെ വംശഹത്യ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഒരു സാധാരണ അക്രമ സംഭവമായി അത്ര ലളിതമായി പറഞ്ഞു കടന്നു പോകാവുന്ന സംഭവങ്ങളല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സമുദായത്തിന് പലപ്പോഴും ഈ ഒരു ആനുകൂല്യങ്ങൾ ഒരു പരിധിക്ക് മേൽ ആർക്കെങ്കിലും നൽകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്കാകട്ടെ, ഒരു സമൂഹത്തിനാവട്ടെ, ഒരു സമുദായത്തിനാകട്ടെ, ഒരു പരിധിക്ക് മേൽ അനർഹമായ ആനുകൂല്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ അതൊരു അവകാശബോധമായി വളരും. ആ അവകാശബോധം ഒടുവിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഞങ്ങൾ എല്ലാത്തിൻ്റെയും മേലെയുള്ളവരാണ്, ഒരു തരത്തിലും ഇവരാരും മേലെയല്ല, ഭാരതത്തിൽ എല്ലാ ഭാരതീയരും സമാന്മാരാണ്, ഈ സമാനത എന്നുള്ളത് സമുദായ ഭേദമില്ലാതെ ഭാരതീയരുടെ ഇടയിൽ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുവാൻ ഇനി എത്ര കാലം വേണ്ടി വരുമെന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ല. കാരണം ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് അത് നടപ്പാക്കുവാനുള്ളൊരു അംഗബലം തൽക്കാലം ഭാരതത്തിലില്ല. 2029 ഒരു പക്ഷേ മാറിയേക്കാം. ബംഗാളിൽ ഭരണത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് ഭരണം പിടിച്ച് ആ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയതുപോലെ ഇനി ആസാമിൽ നടപ്പാക്കുവാൻ പോകുന്നത് പോലെയുള്ള നിയമങ്ങൾ നടപ്പാക്കുക. അങ്ങനെ പതിയെ എല്ലാ സംസ്ഥാനങ്ങളും അതിലേക്ക് വന്ന് ഒടുവിൽ അതിൻ്റെ ഏകീകൃതമായിട്ടുള്ളൊരു ചട്ടക്കൂട് ഭരണഘടനയിലൂടെ ഭാരതമൊട്ടാകെ നടപ്പാക്കുക. അത്തരത്തിലുള്ളൊരു പ്രക്രിയയിലൂടെയാകാം ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ വരുവാൻ പോകുന്നത്. പക്ഷേ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്, അതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്ന് തന്നെയാണ് ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത്. അമിത്ഷാ പറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം പറയാതെ പറഞ്ഞ മറ്റൊരു കാര്യം, ഭാരതത്തിൻ്റെ നിയമമാണ് നടപ്പാക്കേണ്ടത്, നടപ്പാകുവാൻ പോകുന്നത് ശരിയ നിയമമോ കാനോൻ നിയമമോ അല്ല. പ്രത്യേകിച്ച് ശരിയ നിയമത്തെ, കാനോൻ നിയമത്തെ അദ്ദേഹം അവിടെ സ്പർശിച്ചിട്ടില്ല, സ്പർശിക്കേണ്ട കാര്യവുമില്ല, സാഹചര്യവുമില്ല. ശരിയ നിയമമല്ല ഭാരതത്തിൽ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യക്തി നിയമ ബോർഡും ശരിയ നിയമം നടപ്പാക്കുവാനുള്ള ശരിയ കമ്മിറ്റികളും തൃണമൂൽ ഗുണ്ടകളും എല്ലാം ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ് അമിത്ഷാ പശ്ചിമ ബംഗാളിൽ ഇക്കഴിഞ്ഞ ദിവസം നൽകിയത്. ആ വാർത്തയുടെ വിശകലനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവർ ചെയ്യേണ്ട ചില ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. ഏറ്റവും ചുരുക്കിയത് ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോളിംഗ് ബൂത്തിലേക്കൊന്ന് പോകുവാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. നിങ്ങളുമൊക്കെ. ഞാനും ഈ ഒരു ചാരുകസേര പാർട്ടി തന്നെയാണ് പല കാര്യത്തിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഞാൻ ചില കാര്യങ്ങളിൽ ഞാൻ ഒരല്പഭേദമാണെന്ന് ഞാൻ അഹങ്കാരത്തോടുകൂടി അവകാശപ്പെടാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ചാരുകസേരയിൽ നല്ലൊരു ഒന്നാന്തരം ചാരുകസേരക്കാരനാണ്. നിങ്ങളുമൊക്കെ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോളിംഗ് ബൂത്തിലേക്കൊന്ന് പോകുവാനുള്ള സന്മനസ്സ് കാണിക്കണം. പോയി കഴിഞ്ഞാൽ ഈ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചില മതേതരത്വ ബോധങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സ്നേഹമുണ്ട്, ഒരു കണ്ണുമൂടപ്പെട്ട അവസ്ഥയുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് ഉചിതമായ ആളുകളെ ജയിപ്പിച്ച് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്ക് അയക്കുവാനുള്ള സാഹചര്യത്തിലേക്കുമൊക്കെ നിയമിക്കുക എന്ന് തന്നെ പറയണം. കാരണം ഇവരെല്ലാം നമ്മുടെ തൊഴിലാളികളാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും വരെ നമ്മുടെ സേവകരാണ്, അതിനൊരു സംശയവും വേണ്ട. പിണറായി വിജയനും നമ്മുടെ സേവകരാണ്. അദ്ദേഹത്തിന് ആ ഒരു ഭാവമില്ലെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ ജോലിക്കാരൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എൻ്റെയും നിങ്ങളുടെയും ജോലിക്കാരനാണ് പിണറായി വിജയൻ. നരേന്ദ്രമോദിയും അതെ, അമിത്ഷായും അതെ. ഇവരെല്ലാവരും ജനസേവകരാണ്, ജനങ്ങളുടെ സേവകരാണ്. ആ ഒരു രീതിയിൽ തന്നെ ഇവരെ കണ്ട് പോയി ഞങ്ങളെ സേവിക്കൂ
ഞങ്ങൾക്ക് ഉത്തമമായ സേവനം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ നൽകൂ എന്ന് പറഞ്ഞ് ഇവരെ അയക്കുവാനുള്ള, നിയോഗിക്കുവാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തമെങ്കിലും ഞാനും നിങ്ങളും കാണിക്കണം. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏകീകൃത സിവിൽ കോഡ് താനേ വരും. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.